അറിയാം, ഡിലൈറ്റ് ബ്രെഡ് ക്രംസ്, പിന്നെ പാക്ഡ് ഓൺ 12/2025, പിന്നെ അവരുടെ മാനുഫാക്ചറിങ് അഡ്രസ്സ്, ഫുഡ് സേഫ്റ്റി ലൈസൻസ്, ഇതെല്ലാം കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആണ് ഇവർ ബേക്കറിയിലും ഹോട്ടലുകളിലും പിന്നെ ഉള്ള നമ്മുടെ കട്ട്ലറ്റിന് യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളോട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൂപ്പലിന്റെ സ്മെല്ല് വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഇത് ഇത്രയും ഇത് കയറ്റാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അപ്പുറത്ത് മൈദ എന്ന് പറഞ്ഞൊരു ചാക്കിനകത്തും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസ് എല്ലാം സീസ് ചെയ്യും. സ്ഥാപനം ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കും. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓവനിൽ ചൂടാക്കി പിന്നീട് അതിനെ പൊടിച്ച് ഇതിനെ ചാക്കുകളിലാക്കിയിട്ട് ഇത് കട്ട്ലേറ്റിനുള്ള ബ്രെഡ് ക്രംസ് അതുപോലെ റസ്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വിൽക്കുന്നതായിട്ടാണ് കണ്ടത്. നമസ്കാരം. ഇടയ്ക്കൊന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തൃപ്തി വരാത്തവരാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ. എന്നാൽ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. അതിന് തക്കതായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് പയ്യോളിക്കടുത്ത് പ്രവർത്തിക്കുന്ന ഷിറിൻ ഫുഡ്സ് എന്ന സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയുണ്ടായി. ഞെട്ടിക്കുന്ന നിയമലംഘനത്തിന്റെ തെളിവുകളാണ് അവിടെ നിന്ന് അവർക്ക് ലഭിച്ചത്. ഏതാണ്ട് 6720 കിലോഗ്രാമിന്റെ ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കളാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. ഇവയെല്ലാം തന്നെ ഫംഗസ് ബാധിച്ച്, കൃത്യമായി പറഞ്ഞാൽ പൂപ്പൽ വന്ന അവസ്ഥയിലായിരുന്നു. മറ്റ് പല ബേക്കറികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും എല്ലാമായി ഇത്തരത്തിൽ കാലിത്തീറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൂപ്പ് വന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ശേഖരിക്കുകയും അവ തുടർന്ന് ബ്രെഡ് ക്രംസ് ഉൾപ്പെടെയുള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരായിക്കൊണ്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമലംഘനം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് കൊയിലാണ്ടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥയായിട്ടുള്ള വിജി വിൽസനാണ്. മാഡത്തിന്റെ വാക്കുകൾ. ഈ 25 കിലോ ചാക്കില് ഇതിലെ ലേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ലേബിൾ നോക്കിയാൽ അറിയാം, ഡിലൈറ്റ് ബ്രെഡ് ക്രംസ്, പിന്നെ പാക്ഡ് ഓൺ 12/2025, പിന്നെ അവരുടെ മാനുഫാക്ചറിങ് അഡ്രസ്സ്, ഫുഡ് സേഫ്റ്റി ലൈസൻസ്, ഇതെല്ലാം കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആണ് ഇവർ ബേക്കറിയിലും ഹോട്ടലുകളിലും പിന്നെ ഉള്ള നമ്മുടെ കട്ട്ലറ്റിന് യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും ഇത് കയറ്റാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അപ്പുറത്ത് മൈദ എന്ന് പറഞ്ഞൊരു ചാക്കിനകത്തും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. DC റോഡിലുള്ള ഷിറിൻ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മളൊരു പരിശോധനയ്ക്ക് വന്നതായിരുന്നു. അപ്പോൾ ആ സമയം നമ്മളോട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൂപ്പലിൻ്റെ സ്മെല്ല് വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൂപ്പലുള്ള ബ്രെഡ്, പിന്നെ കേക്കുകൾ, പയ്യോളി മിക്സ്ചർ, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന്, ഈവൻ കണ്ണൂർ, കോഴിക്കോട്, പിന്നെ പല പല സ്റ്റേറ്റുകളിൽ നിന്ന് വരെ ഉള്ള ബേക്കറി പ്രൊഡക്ട്സ് അത്രയും ഫംഗസ് വന്നത് ഇവിടെ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ ഇവർ ആനിമൽസിൻ്റെ പിന്നെ ഇവരിത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വിൽക്കാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ വലിയ വലിയ ചാക്കുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറേ ലേഡീസ് ഇത് പ്രോസസ്സ് ചെയ്യാണ്. ഇതിൻ്റെ പാക്കുകളെല്ലാം പൊട്ടിച്ചിട്ട് ഇത് വലിയ വലിയ വീപ്പകളിലാക്കിയിട്ട് ഇത് പിന്നീട് ഇവിടെ കാണുന്ന ഈ ഓവനിൽ ചൂടാക്കി പിന്നീട് അതിനെ പൊടിച്ച് ഇതിനെ ചാക്കുകളിലാക്കിയിട്ട് ഇത് കട്ട്ലേറ്റിനുള്ള ബ്രെഡ് ക്രംസ് അതുപോലെ റസ്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വിൽക്കുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ ഇവർക്ക് ലൈസൻസ് ഉള്ളത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിരിക്കുന്നത് മാനുഫാക്ചറിങ് ബേക്കറി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഫുഡ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റാണ്. അപ്പോൾ പാക്കറ്റിൽ ബ്രെഡ് ക്രംസ് എന്നുള്ള പാക്കറ്റ്സുകൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞതുപോലെ പല സ്റ്റേറ്റ്സിലേക്കും പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും പോകുന്നുണ്ട്, അതുകൂടാതെ പുറത്തേക്കും പോകുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസ് എല്ലാം സീസ് ചെയ്യും. സ്ഥാപനം ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കും. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. കോഴിക്കോട് സ്വദേശിയായ അബൂബക്കർ എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പറയുന്ന ഷിറിൻ ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അവിടെ നിന്ന് ഏതാണ്ട് 6720 കിലോഗ്രാമോളം ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അവർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും മറ്റും
ഉപയോഗപ്രദമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ, പഴകിയ പൂപ്പൽ ബാധിച്ച ഭക്ഷ്യവസ്തുക്കൾ കാലിത്തീറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരിക്കുകയും തുടർന്ന് അവ ബ്രെഡ് ക്രംസ് പോലെയുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങളാണ് പിന്നീട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനും മറ്റുമായി വിവിധമായ ഹോട്ടലുകളിലേക്കും ബേക്കറികളിലേക്കും ഒക്കെ ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ ഉള്ള ലൈസൻസ് ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. കാരണം അവിടെ നമ്മൾ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബ്രെഡ്, റസ്ക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഷിറിൻ ഫുഡ്സ് എന്നുള്ളതാണ്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ ബ്രെഡോ റസ്കോ മറ്റു ഉൽപ്പന്നങ്ങളോ ഉണ്ടാക്കുന്നതിന്റെ യാതൊരു തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഫംഗസ് ബാധിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഇവിടെ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമയായ അബൂബക്കർ തന്റെ സ്ഥാപനം ഇത്തരത്തിൽ നടത്തുന്നതിന് ന്യായവാദമായി പറഞ്ഞു തങ്ങളത് ചൂടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ രംഗത്തെ വിദഗ്ധരോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ബാക്ടീരിയ പോലെയോ വൈറസ് പോലെയോ അല്ല. ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഏകകോശ ജീവികൾ ചൂടാക്കുമ്പോൾ നശിച്ചു പോകുമെങ്കിലും ഫംഗസ് അത്തരത്തിലല്ല. ഫംഗസ് ഏതെങ്കിലും ഒരു ഭക്ഷ്യോൽപ്പന്നത്തിന് മുകളിൽ പിടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആദ്യം തന്നെ ചെയ്യുക തങ്ങളുടെ ടോക്സിൻ അതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വിഷപദാർത്ഥം നമുക്ക് നീക്കം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഫംഗസ് ബാധിച്ച ഭക്ഷ്യോൽപ്പന്നം അത് ഏത് രൂപത്തിലുള്ളതായാലും കഴിക്കുന്നത് മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഗുണപ്രദമാകില്ല. മാത്രവുമല്ല ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ അബൂബക്കർ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരും ഹോട്ടലുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ചിരുന്നത് കാലിത്തീറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ കാലിത്തീറ്റയ്ക്ക് പോലും ഇത്തരത്തിൽ ഫംഗസ് ബാധിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അത് നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. കാരണം ഇത്തരത്തിൽ ഈ ഫംഗസ് ബാധിച്ച ഉൽപ്പന്നങ്ങൾ കാലിത്തീറ്റയോടൊപ്പം ചേർത്ത് കാലികൾക്ക് നൽകുകയാണെങ്കിൽ അവയുടെ ശരീരത്തിലെ പാലിന്റെയും ഇറച്ചിയുടെയും രൂപത്തിൽ ആ വിഷപദാർത്ഥം നമ്മുടെ ശരീരത്തിലെത്തുന്നതിനും പിന്നീട് ഒരുപാട് കാലമുള്ളതിന്റെ ഉപയോഗം നമുക്ക് ഗുരുതരമായ രോഗങ്ങളിലേക്ക് നയിക്കുന്നതിനും കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ദഹന പ്രക്രിയയെ തന്നെ, ലിവറിനെ, കരളിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. അതിനാൽ തന്നെ ഒരു തരത്തിലും നീതീകരിക്കാവുന്ന കുറ്റമല്ല ഇത്തരത്തിൽ അബൂബക്കറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ഷിറിൻ ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് ഈ സ്ഥാപനം നടത്തിപ്പുകാർക്ക് ലഭിക്കുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്ത് തന്നെയാലും നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന സൂചന. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പുറമെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഏത് തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ലാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും കാലിത്തീറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ കേടുവന്ന ഭക്ഷ്യവസ്തുക്കൾ ഇദ്ദേഹത്തിലേക്ക് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നൊരു കാര്യം നമുക്കുമുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ നാളെ കഴിക്കേണ്ട ഉൽപ്പന്നങ്ങളായി ഇത്തരത്തിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചേരുക എന്നുള്ളത് നമുക്കൊരു തരത്തിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്ത് തന്നെയായാലും നിയമം അനുശാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഈ കുറ്റവാളികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന നടപടികളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കടത്ത്, മറുനാടൻ TV.